ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മധുരമായിട്ടല്ലേ പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ല എരിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 4 കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുക്കുക. ചെറിയ പീസ് എടുത്താൽ മതി കേട്ടോ, ഒരുപാട് ആവരുത്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതി കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, നന്നായിട്ട് അരഞ്ഞു പോവരുത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതേ അളവിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നോക്കുക, ആദ്യം തന്നെ ഒരുമിച്ച് ചേർക്കരുത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊരു കുറച്ചൊരു ലൂസായ പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായി പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ബാറ്റർ ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ പഴമല്ല, ചെറിയ പഴമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കട്ടിങ് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നീളത്തിൽ തന്നെ മുറിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം നീളമുള്ളൊരു പഴമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ട്, അധികം തിക്കാവാതെ ഇങ്ങനെ കനം കുറച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് തിക്നെസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ കനം കുറച്ചിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പഴമൊക്കെ സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ സ്ലൈസുകളൊക്കെ നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 1-2 ബാച്ചായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴമൊക്കെ അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഇതിലൊന്നും കുക്കായി വരാനൊന്നുമില്ല. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുക്കായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും മധുരത്തിലല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്